കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് ഒരു പ്രാദേശിക ദേശീയ വിഷയം മാത്രമല്ല, അതൊരു ആഗോള ശ്രദ്ധ നേടുന്ന വിഷയമാണ്. ഇന്ത്യയിൽ അവശേഷിച്ച ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് നിലംപൊത്തിയത്. ജനാധിപത്യ സംവിധാനത്തിലും കമ്മ്യൂണിസം പ്രാവർത്തികമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച ഒരു നാട്ടിൽ അതേ പ്രസ്ഥാനത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് രുചിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഭാവിയെക്കുറിച്ച് വരെ ആശങ്കകൾ ഉയരുന്നുണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസം വെറും വർഗസമര രാഷ്ട്രീയമായിരുന്നില്ല. കമ്മ്യൂണിസം കേരളത്തിലെത്തിയപ്പോൾ അതിവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ലയിച്ച് പുതിയൊരു രൂപം കൈക്കൊണ്ടിരുന്നു. കമ്മ്യൂണിസത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ടെന്ന് പറയുമ്പോഴും അത് പ്രസക്തമാകുന്നത് കാലത്തിനൊത്ത് തിരുത്തപ്പെടുമ്പോഴാണെന്ന് ചരിത്രം തെളിയിക്കുന്നു. ഇവിടെയാണ് ചൈന സ്വീകരിച്ച നയം പ്രസക്തമാകുന്നത്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ വിവാദങ്ങളും ഉയരുക. ചൈന യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണോ? ലോകത്തിലെ ഏറ്റവും വലിയ ബില്യണിയർ സമൂഹങ്ങളിൽ ഒന്നാണ് ഇന്ന് ചൈന. അവിടെ സ്വകാര്യ കമ്പനികളുണ്ട്, വിപണി മത്സരമുണ്ട്, കോടീശ്വരന്മാരുണ്ട്. അപ്പോൾ അതെങ്ങനെ കമ്മ്യൂണിസമാകും? ചൈനയെ അനുകരിക്കണമെന്ന് പറയുന്നത് അപകടകരവും അസാധ്യവുമാണ്. കാരണം ചൈനയുടെ രാഷ്ട്രീയ സംവിധാനം ജനാധിപത്യ മാതൃകയല്ല. പക്ഷേ ചൈന ലോകത്ത് മറ്റിടങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ആശയങ്ങൾ മാത്രം ഒരു നാടിനെ രക്ഷിക്കില്ല. ആശയങ്ങളെ കാലത്തിനനുസരിച്ച് മാറ്റാനുള്ള ധൈര്യമാണ് ആ നാടിനെ രക്ഷിക്കുന്നത്. ചൈന അവരുടെ സംവിധാനത്തെ ചൈനീസ് സവിശേഷതകളുള്ള സോഷ്യലിസം എന്നാണ് വിളിക്കുന്നത്. അതിങ്ങനെയാണ്: രാഷ്ട്രീയ നിയന്ത്രണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് വിപണി സംവിധാനങ്ങൾ. ഇതാണ് ചൈനയുടെ വിജയരഹസ്യം. അവർ സിദ്ധാന്തത്തെ അന്ധമായി പിടിച്ചു നിന്നില്ല, അവർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷം ചൈനയെ പോലെ ആകണം എന്നല്ല ചർച്ച. ഇതൊരു ജനാധിപത്യ സംവിധാനവും ചൈന ഏകകക്ഷി ഭരണരാഷ്ട്രവുമാണ്. പക്ഷേ പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചൈനയിൽ നിന്ന് ഈ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം രാഷ്ട്രീയ സാമ്പത്തിക ഭാഷ മാറാതെ നിന്നതിൻ്റെ പ്രതിസന്ധി കൂടി അതിനുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ചൈന നിലകൊള്ളുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി എങ്ങനെ മാറി എന്നിടത്താണ് ചിന്തിക്കേണ്ടത്. ജനങ്ങൾക്ക് ഭക്ഷണവും ജോലിയും സമ്പത്തും കിട്ടുന്നില്ലെങ്കിൽ ആശയശുദ്ധിക്ക് എന്ത് വില എന്നാണ് ചൈന ചോദിച്ചത്. അവിടെയാണ് ഡെങ് ഷിയാവോപിങ് ചരിത്രം മാറ്റിയത്. 1978 ശേഷം അദ്ദേഹം ചൈനയുടെ ദിശ മാറ്റി. ഡെങ് പറഞ്ഞ പ്രശസ്തമായ വാചകം പൂച്ച കറുപ്പോ വെളുപ്പോ എന്നതല്ല പ്രധാനം, അത് എലിയെ പിടിക്കുമോ എന്നതിലാണ് കാര്യം. അതിൻ്റെ അർത്ഥം വ്യക്തമായിരുന്നു. ആശയശുദ്ധിയല്ല പ്രധാനം, അതിൻ്റെ ഫലമാണ് പ്രധാനം. കേരളത്തിലെ വലിയ പ്രശ്നം ഇന്നും പല രാഷ്ട്രീയ ചർച്ചകളും 1970കളിലെ ഭാഷയിൽ നടക്കുന്നു എന്നതാണ്. ലോകം AI, സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ എക്കോണമി, ഗ്ലോബൽ ക്യാപിറ്റൽ, ഗിഗ് വർക്ക്, റോബോട്ടിക്സ് എന്നിവയുടെ കാലത്തിലേക്ക് മാറി. പക്ഷേ രാഷ്ട്രീയ ചർച്ച ഇപ്പോഴും പഴയ വർഗസമര ഫ്രെയിമിൽ കുടുങ്ങുന്നു. ചൈന മനസ്സിലാക്കിയ സത്യം ജീവിക്കാനും സമ്പാദിക്കാനും മാറിയേ തീരൂ എന്നതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്നും പഠിക്കാത്ത പാഠവും അതുതന്നെയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോഴും ശക്തമായ കേഡർ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ആശയവിനിമയം മാറി. സോഷ്യൽ മീഡിയ കാലത്ത് വ്യക്തി രാഷ്ട്രീയവും വികാര രാഷ്ട്രീയവും വേഗത്തിൽ വളരുന്നു. പുതിയ അഭിപ്രായങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടെ പാർട്ടി ഇപ്പോഴും പഴയ കേഡർ സ്വഭാവത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പോഴും പലപ്പോഴും പഴയ സമര ചരിത്രം പറഞ്ഞാണ് യുവാക്കളെ സമീപിക്കുന്നത്. പക്ഷേ ചൈന യുവാക്കളോട് പറയുന്നത് നമ്മൾ ശക്തിയാകും, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് രാജ്യമാകും, നിങ്ങൾ ഭാവി എക്കോണമിയുടെ ഭാഗമാകും എന്നാണ്. അതാണ് വലിയ വ്യത്യാസം. കേരളത്തിലെ ഇടതുപക്ഷം കൂടുതലായി പാസ്റ്റ് അച്ചീവ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം തന്നെ ഫ്യൂച്ചർ അംബിഷൻസ് ആണ്. ഒരു കാലത്ത് തൊഴിലാളി അവകാശങ്ങളുടെ പ്രതീകമായിരുന്ന ട്രേഡ് യൂണിയനുകൾ ഇന്ന് പലർക്കും വികസന വിരുദ്ധ ശക്തികളായി തോന്നുന്നു. നോക്കുകൂലി സംസ്കാരം, വ്യവസായ വിരുദ്ധ പ്രതിച്ഛായ, സമര രാഷ്ട്രീയത്തിന്റെ അമിതവൽക്കരണം ഇവ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതയെ ബാധിച്ചുവെന്ന വിമർശനം ശക്തമാണ്. ഇത് യാഥാർത്ഥ്യമാണോ അതോ പ്രചാരണമാണോ എന്നത് വേറൊരു ചർച്ചയാണ്. പക്ഷേ പൊതുധാരണ രാഷ്ട്രീയത്തിൽ ഇത് വളരെ നിർണായകമാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ മോഡൽ തൊഴിലാളിയെ സംരക്ഷിക്കണം എന്ന നിലയിലാണ് വായിക്കപ്പെടുന്നത്. ചൈനയുടെ മോഡൽ ആദ്യം കോടിക്കണക്കിന് തൊഴിലുകൾ സൃഷ്ടിക്കണം എന്നതാണ്. ഇപ്പോഴുള്ള തൊഴിൽ നഷ്ടമായാലും വളരെ വേഗം മറ്റൊരു തൊഴിൽ നേടാനാകുന്ന ഒരു എക്കോ സിസ്റ്റമാണ്
ചൈന നിർമ്മിച്ചെടുത്തത്. കേരളത്തിൽ പലപ്പോഴും കോർപ്പറേറ്റ് എന്ന വാക്ക് തന്നെ ഒരു രാഷ്ട്രീയ ശത്രുവായി അവതരിപ്പിക്കപ്പെടുന്നു. ചൈന ചെയ്തത് മറിച്ചായിരുന്നു. അവർ ചോദിച്ചത് വിദേശ പണം, സാങ്കേതിക വിദ്യ, ഫാക്ടറികൾ, കയറ്റുമതി ഇതെല്ലാം രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാമല്ലോ എന്നാണ്. അങ്ങനെയാണ് ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയത്. ഇന്ന് ആപ്പിൾ മുതൽ ടെസ്ല വരെ ലോക കമ്പനികൾ ചൈനയിൽ നിർമ്മാണം നടത്തുന്നു. ലോകം അഭൂതപൂർവമായ മാറ്റങ്ങൾ ടെക്നോളജിയിൽ കൈവരിച്ച പതിറ്റാണ്ടാണിത്. ഈ കാലത്തിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നത് നിർണായകമാണ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ വലിയ വ്യവസായങ്ങൾ ഇവിടെ വളരെ കുറവാണ്. യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. സ്വകാര്യ മേഖലയിൽ കാര്യമായ വളർച്ചയില്ല. സ്റ്റാർട്ടപ്പുകൾ പോലും സംസ്ഥാനത്തിന് പുറത്തേക്ക് ചേക്കേറുന്നു. തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയവും നിലനിൽക്കില്ല എന്ന സത്യം ഇന്നും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. പഴയ തലമുറ ആശയങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നു. എന്നാൽ പുതിയ തലമുറ അവസരങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ചൈനയുടെ വിജയത്തിന്റെ ഹൃദയം തന്നെ തൊഴിൽ സൃഷ്ടിയാണ്. കേരളത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. സർക്കാർ ജോലി മാത്രം ലക്ഷ്യമാക്കുന്ന സംസ്കാരം ഇന്നും ഇവിടെ പരിപോഷിക്കപ്പെടുന്നു. സ്വകാര്യ മേഖലയിൽ ആഴത്തിലുള്ള ശമ്പള പ്രതിസന്ധി തുടരുന്നു. രാഷ്ട്രീയ സ്ഥിരതയുടെ അടിത്തറ തന്നെ തൊഴിലാണ് എന്നതാണ് ചൈന ലോകത്തെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും പഠിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് ഇന്നും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ബുദ്ധിജീവികൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ പൊളിറ്റിക്കൽ കൺട്രോളിന്റെ കാലം കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയുടെ കാലമാണിത്. കേരളത്തിൽ ഇന്നും പല രാഷ്ട്രീയ സംഘടനകളും പഴയ സ്റ്റേജ് മൈക്ക് രാഷ്ട്രീയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. പുതിയ തലമുറ ഡിജിറ്റൽ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവർ ആഗോള സംസ്കാരം അനുഭവിക്കുന്നവരാണ്. AI, റോബോട്ടിക്സ്, സെമി കണ്ടക്ടർ, EV ഇൻഡസ്ട്രി, ഡിജിറ്റൽ എക്കോണമി എന്നിവയിലൊക്കെ നാം ഏറെ പിന്നിലാണ്. AI ഉപയോഗിച്ച് കാര്യക്ഷമമായ വെബ്സൈറ്റുകൾ നിമിഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഹോസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാലത്താണ് ഇന്നും സർക്കാർ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ ലക്ഷങ്ങളും കോടികളും ചെലവായി എന്ന കണക്ക് വരുന്നത്. അവയൊന്നും കാര്യക്ഷമമല്ല താനും. കേരളത്തിലും വെൽഫെയർ മോഡൽ ശക്തമാണ്. പക്ഷേ ഇനി ചോദ്യം വെൽഫെയർ അല്ല, വെൽത്ത് ക്രിയേഷൻ ആണ്. ജനങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുക എന്നതാകണം സർക്കാരിന്റെ ലക്ഷ്യം. IT രംഗത്ത് പ്രതിഭകളേറെയുള്ള കേരളത്തിന് ഈ AI കാലത്ത് എന്ത് ചെയ്യാനായി എന്നതാണ് ചിന്തിക്കേണ്ടത്. AI, ക്ലൗഡ് എക്കോണമി, ഗ്ലോബൽ സപ്ലൈ ചെയിൻ, റിമോട്ട് വർക്ക് ഇതെല്ലാം പുതിയ ലോക യാഥാർത്ഥ്യങ്ങളാണ്. കേരളം ലോക സാമ്പത്തിക പ്രവാഹങ്ങളോട് കൂടുതൽ ബന്ധപ്പെടേണ്ടതുണ്ട്. അതില്ലാത്ത പക്ഷം നാം ഇനിയുമേറെ പിന്നിലേക്ക് ചെന്ന് പതിക്കും. കമ്മ്യൂണിസ്റ്റ് ചൈനയാകട്ടെ ലോകത്തിന്റെ AI ക്രമത്തെ തന്നെ ഇന്ന് നിയന്ത്രിക്കുന്ന രാജ്യമാണ്. ചൈനയുടെ ഭരണ സംവിധാനത്തിന്റെ ശക്തികളിലൊന്ന് ഡേറ്റ ഡ്രിവൺ പ്ലാനിംഗ് ആണ്. ഏതു മേഖല വളരുന്നു, ഏതു മേഖല പിന്നിലായി, ഏത് നഗരങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ പോകണം, ഏതു മേഖല എക്സ്പോർട്ട് ഹബ്ബാകണം, ഇതെല്ലാം ഡേറ്റ ഉപയോഗിച്ച് ചൈന പ്ലാൻ ചെയ്യുന്നു. ഇതിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇവിടെ ഇപ്പോഴും പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങൾ വികാരാധിഷ്ഠിതം മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷെ അതിൻ്റെ ഭാവി ഒരു ചോദ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവർ ഇനിയും പഴയ ചരിത്രം പറഞ്ഞിരിക്കുമോ അതോ പുതിയ ഭാവി നിർമ്മിക്കുമോ?